പിന്നെ എന്താണ് രാഷ്ട്രം അഥവാ സ്റ്റേറ്റ്? ഒരു രാഷ്ട്രം അഥവാ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഭൂപ്രദേശം, കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകളോടുകൂടിയ ഒരു നിശ്ചിതമായ ഭൂപ്രദേശം, അതിൽ അധിവസിക്കുന്ന ജനങ്ങൾ, അതുപോലെ ആ ജനങ്ങളെ ഭരിക്കുവാൻ വേണ്ടി സംവിധാനപ്പെടുത്തിയിട്ടുള്ള ഭരണകൂട വ്യവസ്ഥിതികൾ. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരു ഭൂപ്രദേശം രാഷ്ട്രമായി മാറുന്നത്. അല്ലാതെ ആളില്ലാതെ കിടക്കുന്ന ഒരു പ്രദേശം ഒരിക്കലും ഒരു രാഷ്ട്രമാവില്ല. ഇപ്പോൾ അന്റാർട്ടിക്ക ഒരു രാഷ്ട്രമല്ല, അതൊരു ഭൂപ്രദേശം മാത്രമാണ്. കാരണം അവിടെ ജനങ്ങളില്ല. അപ്പോൾ ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്തെ ഒരു രാഷ്ട്രം എന്ന് പറയണമെങ്കിൽ ആ ഭൂമിശാസ്ത്ര പ്രദേശത്ത് ജനങ്ങളുണ്ടാകണം. ആ ജനങ്ങളെ നയിക്കുന്ന, ഭരിക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥിതി ഉണ്ടാകണം. അപ്പോൾ ഒരു ഭൂപ്രദേശത്ത് ജനങ്ങളില്ലെങ്കിൽ അവിടെ ഒരു ഭരണകൂട വ്യവസ്ഥയും ഉണ്ടാവുകയില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണകൂടം ഉണ്ടാകുന്നത്, ഭരണകൂട വ്യവസ്ഥകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രത്തിൽ ജനിച്ച് വളരുന്ന ഓരോ ആളുകളും ആ രാജ്യത്തെ പൗരന്മാരായിരിക്കും. ആ പൗരന്മാർക്ക് സ്വാഭാവികമായും ആ ഒരു പ്രദേശത്ത് ജനിച്ച് വളർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്നു. നമ്മളൊരു വീട്ടിൽ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ കുടുംബത്തോട്, ആ വീടിനോട്, ആ വീട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ബന്ധുക്കളോടും ഒക്കെ തോന്നുന്ന ഒരു വികാരമുണ്ടല്ലോ. അതുപോലെ ഒരു ഭൂപ്രദേശത്ത് ജനിച്ച് വീഴുന്ന, ഒരു രാഷ്ട്രത്തിൽ ജനിച്ച് വീഴുന്ന ഓരോ പൗരനും സഹജമായി തന്നെ ഒരു രാഷ്ട്രസ്നേഹമുണ്ടാകും. അതാണ് ആ ഒരു സ്നേഹമാണ്, ആ ഒരു വികാരമാണ് രാഷ്ട്രസ്നേഹം എന്ന് പറയുന്നത്. അത് എല്ലാവരിലും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കൊരു ഭരണഘടനയുണ്ട്. അതാണ് നമ്മുടെ വേദപുസ്തകം, അതാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം. അപ്പോൾ ആ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതുപോലെ തന്നെ അതനുസരിക്കുകയും വേണം. നമുക്കൊരു ദേശീയ പതാകയുണ്ട്, നമുക്ക് അംഗീകൃതമായിട്ടുള്ള ദേശീയ ചിഹ്നങ്ങളും മുദ്രകളും ഒക്കെയുണ്ട്. അതിനെല്ലാം നമ്മൾ ആദരിക്കണം. ദേശീയ ഗാനമുണ്ട്, ഗീതമുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ തന്നെ വേണം. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയോ പ്രസ്ഥാനമോ ഞാൻ ഇന്ന രീതിയിലാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത്, ആ നിലയിൽ നിങ്ങളും രാജ്യത്തെ സ്നേഹിച്ചു കൊള്ളണം, ഞാനിതാ ഒരു പ്രതീകത്തെ അവതരിപ്പിക്കുന്നു, ആ പ്രതീകത്തെ നിങ്ങളെല്ലാം പൂജിച്ചു കൊള്ളണം എന്ന് പറയുന്നത് ഒരിക്കലും അനുസരിക്കാനൊരു പൗരന് ബാധ്യതയില്ല. രാജ്യം ഔദ്യോഗികമായി മുന്നോട്ട് വയ്ക്കുന്ന അത്തരത്തിലുള്ള പ്രതീകങ്ങളെ മാത്രം ആദരിക്കുവാനേ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ആർക്കും ബാധ്യതയുള്ളൂ. അതിതീവ്ര ദേശീയത അല്ലെങ്കിൽ ഇന്ത്യൻസ് നാഷണാലിറ്റി എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ കാലത്ത് അവർ രാഷ്ട്രീയ ആയുധമാക്കിയിരുന്ന ഒരു പരിപാടിയാണ്. ആ ഇന്ത്യൻസ് നാഷണാലിറ്റി അല്ലെങ്കിൽ അതിതീവ്ര ദേശീയത എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ രാഷ്ട്രസ്നേഹമല്ല, അത് അപകടകരമായ രാഷ്ട്രസ്നേഹമാണ്. ആ ഒരു അതിതീവ്ര ദേശീയതയ്ക്ക് പ്രത്യേകിച്ചും ആധുനിക ലോകത്ത് പ്രസക്തിയില്ല. കാരണം ഇന്ന് ലോകം എന്ന് പറയുന്നതിന് ഒരു രാജ്യമാണ്. യഥാർത്ഥത്തിൽ ലോകത്തിനൊന്നാകെ ഒരു ഭരണകൂടമില്ലെങ്കിലും ഇന്ന് നമ്മൾ ലോകത്തെ എല്ലാ ജനങ്ങളും, ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്, ലോകത്തെ എല്ലാ രാജ്യങ്ങളും പരസ്പരം ആശ്രയിച്ചും സഹകരിച്ചും ആണ് ജീവിക്കുന്നത്. ഇടയ്ക്ക് യുദ്ധങ്ങളുണ്ടാകുന്നുണ്ട്, തർക്കങ്ങളുണ്ടാകുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ലോകത്തെ വീക്ഷിക്കേണ്ടത് യുദ്ധോത്സുകമായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടിയല്ല നമ്മൾ ലോകത്തെ വീക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, പരമാധികാരത്തെ എല്ലാം മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം ഓരോ രാജ്യത്തിൻ്റെയും ധർമ്മം. ഓരോ രാജ്യത്തുമുള്ളവർ മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയുമൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് നേരെ മറ്റൊരു രാഷ്ട്രത്തിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായാലാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് ലോകത്ത് ആ ഒരു തർക്കങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്ന് ലോകം മുഴുവൻ ഒരു വീട് പോലെയാണ്. കാരണം എല്ലാം പരസ്പരം പങ്കുവെച്ച്, ലോകത്തെ വിഭവങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ ഉണ്ടാകുന്ന വലിയ കണ്ടുപിടുത്തങ്ങളാണെങ്കിലും എല്ലാം തന്നെ ലോകത്തെ എല്ലാ ജനങ്ങളും പരസ്പരം പങ്കുവെച്ചും ഉപയോഗിച്ചും അനുഭവിച്ചുമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വ പൗരൻ എന്നുള്ളൊരു സങ്കല്പം, നമ്മുടെ രാഷ്ട്രത്തിലെ പൗരനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രത്തെ നമ്മൾ സ്നേഹിക്കുന്നു, നമുക്ക് നമ്മുടെ രാഷ്ട്രത്തോടൊരു സ്നേഹമുണ്ട്, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന പോലെ നമ്മുടെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലോകത്തെ ആകെ തന്നെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ലോകത്ത് എല്ലാവരും
അനുവർത്തിക്കേണ്ട ഒരു വികാരമെന്ന് പറയുന്നത് അത് വിശ്വമാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള, ആഗോള വീക്ഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നായിരിക്കണം. കാരണം നമ്മളെല്ലാം വിശ്വ പൗരന്മാരാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സമാധാനത്തോടുകൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തെവിടെയും നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെയും ജീവിതത്തെ, എല്ലാ രാജ്യത്തെയും ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നവയാണ്. ലോകത്തെവിടെയെങ്കിലും ഒരു വലിയ കണ്ടുപിടുത്തം നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ മാത്രം അനുഭവിക്കുക എന്നുള്ളതല്ല, അതെല്ലാം തന്നെ ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. നമ്മളിന്ന് അനുഭവിക്കുന്ന സുഖഭോഗങ്ങൾ, സൗകര്യങ്ങൾ, അതുപോലെ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ എല്ലാം നമ്മുടെ രാജ്യത്തുണ്ടായവയല്ല. നമ്മുടെ രാജ്യത്തുണ്ടായവയുമുണ്ട്, മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായവയും ഉണ്ട്. മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ പുരോഗതിയുടെയൊക്കെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. നമ്മുടെ കണ്ടുപിടുത്തങ്ങളുടെ, നമ്മുടെ പുരോഗതിയുടെ ഫലങ്ങളും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നു. അങ്ങനെയാണ് ഇന്ന് ആധുനിക ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിതീവ്ര ദേശീയവാദം എന്ന് പറയുന്നത് അത് ആധുനിക സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള ഒരു കാര്യം അല്ല.